കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാപ്പിൽ തയ്യിൽതെക്ക് ഗവൺമെന്റ് LPSൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 മാസം ഇരിക്കുമ്പോൾ ഞങ്ങളൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഞങ്ങളുടെ സബ് ഡിവിഷനിലുള്ള എനിക്ക് 6 പോലീസ് സ്റ്റേഷനാണുള്ളത്. ഹരിപ്പാട് മുതൽ കായംകുളം വരെ ഉണ്ട്. ഈ 6 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള SC ST വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ ഞങ്ങൾ വിളിച്ചു കൂട്ടും. ഏകദേശം ഒരു 10-35-40 പേരോളം കാണും. അവരവരുടെ ഏരിയകളിലുള്ള പ്രശ്നങ്ങളെ അവർ നമ്മളോട് പറയും. അപ്പോൾ നമ്മളത് കേൾക്കും. ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അത് നല്ലൊരു പരിഹാരമാണ്. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു പരിപാടി വെക്കണം, നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ച്. അപ്പം നമ്മൾ പോലീസ് എന്ന നിലയിൽ നമ്മൾ ഒരു യൂണിഫോം ഇട്ട് ജോലി ചെയ്യുമ്പോൾ ചിലപ്പം ചില വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വേറെ സംഘടനാപരമായിട്ടോ ചില പരിപാടികൾ ചിലപ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു പഠന സംഗമം എന്ന ലേവലിൽ എന്നെ ഇവിടെ വിളിച്ചത്. ചില കാര്യങ്ങൾ മാത്രം, നമ്മൾ വലിയ നിയമങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല, എങ്കിലും അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷം പിന്നിട്ടു. ഈ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയ മഹത് വ്യക്തിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹം ഇങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്ത് കഷ്ടപ്പാടുകൾ ഇല്ലേ? അപ്പൊ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ഒരു മഹാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാമായ നിയമം. ആ നിയമത്തിൽ നിന്നാണ്, ആ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് നമുക്ക് എല്ലാ അവകാശങ്ങളും എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ എല്ലാ സംരക്ഷണവും നൽകുന്നത് ആ നിയമമാണ്. ആ നിയമത്തിൽ നിന്ന് ഒരുപാട് നിയമങ്ങളുണ്ടായി. ആ ബന്ധത്തിന് വിള്ളലുണ്ടായി. കാരണം നമ്മളൊരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ, ഒരു കുഞ്ഞൊരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ലഭിച്ചതെന്ന് ആ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളെപ്പോലെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണ്. എന്നെ ഇവിടെ പലർക്കും അറിയാമായിരിക്കും. വളരെ സാധാരണപ്പെട്ട കുടുംബത്തിലാണ്. വളരെ എൻ്റെ മാതാപിതാക്കളെല്ലാം കൂലിപ്പണി ചെയ്തു. അവരോടൊപ്പം ഞാനും ജോലി ചെയ്തു. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ചു. പഠിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലഹരി വസ്തുക്കൾ, ഒരു നല്ല വിഭാഗം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടിരിക്കുക. കാരണം അവരതുള്ളിടത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കൊച്ചു പ്രായത്തിൽ ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അവരുടെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി നടക്കേണ്ട ആ പ്രായത്തിൽ അവർ ലഹരി നുണയുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അച്ഛനും അമ്മയുമാണ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും കാലക്രമത്തിൽ നമ്മൾ മറന്നുപോയി. ഒരു നല്ല കുട്ടി, നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി എപ്പോഴും വരുന്ന ഒരു നല്ല കുടുംബത്തിൽ, ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല കുട്ടിയെ ആഗ്രഹിക്കാത്ത ഒരമ്മയും ഒരു അച്ഛനും ഇല്ല. എല്ലാ അമ്മമാരും അച്ഛന്മാരും നല്ല കുട്ടിയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം മധു കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാപ്പിൽ രാജേന്ദ്രൻ, ശ്യാംകുമാർ, മിഥുൻ, രജനി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.